പിറ്റേ ദിവസം പാർവണയുടെയും ആദിശേഷിന്റെയും ഒന്നാം വിവാഹ വാർഷികമായിരുന്നു. ആദിയുടെ ഇന്നലത്തെ താല്പര്യരഹിതമായ സംസാരം പാർവണയാകെ തകർത്തിരുന്നു. അവൾ രാത്രി മുഴുവനും കരഞ്ഞു. കരഞ്ഞ് എപ്പോഴും ഉറങ്ങിപ്പോയി. അഴിഞ്ഞുലഞ്ഞ മുടിയും കരുവാളിച്ച കണ്ണുകളുമായാണ് അവൾ എഴുന്നേറ്റത്. അവൾക്കൊന്നും കഴിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. കുറേ നേരം ബെഡിൽ മുഖമർത്തി കിടന്നു. ആദിക്ക് എന്താണ് സംഭവിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇന്ന് തങ്ങളുടെ വിവാഹ വാർഷികമാണെന്ന് അവൾ വേദനയോടെ ഓർത്തു. താനും തൻ്റെ വയറ്റിലെ കുഞ്ഞും അതിൻ്റെ അച്ഛനോടൊത്ത് സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഇരിക്കേണ്ട സമയം. പക്ഷേ അടുക്കളയിൽ നിന്ന് ജാനകി അവളെ ഭക്ഷണം കഴിക്കാനായി അന്വേഷിച്ചു വന്നു. അവർ വാതിൽക്കൽ വന്ന് നിന്നപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു. എന്താ മോളെ, വയ്യേ? കുഴപ്പമൊന്നുമില്ല, ഒരു തലവേദന. ഇവിടെ ആരോടെങ്കിലും പറയണോ? ഹോസ്പിറ്റലിൽ പോണോ? അതൊന്നും വേണ്ട, മാറിക്കോളും. മോള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? അവിടെ ശ്രാവണി മാഡവും നീലിമ മാഡവും ഒക്കെ എത്തിയിട്ടുണ്ട്. എന്നോട് മോളെ അന്വേഷിച്ചു. പാർവണയ്ക്ക് അങ്ങോട്ട് പോകാനേ തോന്നിയില്ല. ശരീരത്തിനും മനസ്സിനും ഒരേപോലെ ക്ഷീണം തോന്നും. മാത്രമല്ല അവർക്കും തന്നെ ഇഷ്ടമല്ല. പക്ഷെ വയറ്റിലൊരു കുഞ്ഞുണ്ട്, അതിനെന്തെങ്കിലും കൊടുക്കണ്ടേ? സ്വന്തം അച്ഛനെ വേണമോ വേണ്ടയോ എന്നറിയാത്ത ഒരു കുഞ്ഞ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ കുഞ്ഞിന് തൻ്റെ ഗതിയാവുമോ? തൻ്റെ അച്ഛൻ തന്നോട് ചെയ്തതുപോലെ ഇതിൻ്റെ അച്ഛൻ ഇതിനോട് ചെയ്യുമോ? മുൻപൊരിക്കൽ ആദ്യം തന്നോട് പറഞ്ഞത് പാർവണി ഓർത്തു. അദ്ദേഹത്തെ തന്നിൽ തളച്ചിടാനായി ഒരു കുഞ്ഞ് വേണമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇവനിപ്പോൾ തൻ്റെ വയറ്റിലുണ്ട്. അദ്ദേഹത്തിന് താനും ഇവനും ഒരു ഭാരമാകുമോ? മോളെന്താ ആലോചിക്കുന്നത്? ജാനകി ചോദിച്ചു. പാർവണ ഒന്നുമില്ലെന്ന വാട്ടിൽ തല കുലുക്കി. ജാനകിയോട് കുറച്ച് ഭക്ഷണം മുറിയിൽ കൊണ്ടുവന്ന് തരാമോ എന്ന് ചോദിക്കണമെന്ന് പാർവണയ്ക്ക് തോന്നി. പിന്നെ ഓർത്തു വേണ്ട, അവരെല്ലാം അവിടെയുണ്ട്. ജാനകിയെടുത്തി ഭക്ഷണവുമായി ഇങ്ങോട്ട് വരുന്നത് കണ്ടാൽ ചോദ്യങ്ങളുണ്ടാവും. ഞാൻ വരാം ജാനകിയെടുത്തി. അവൾ പണിപ്പെട്ട് എഴുന്നേറ്റു. വാഷ് ബേസിന് ചെന്ന് മുഖം കഴുകി മുടിയൊതുക്കി വെച്ചു. പിന്നെ ജാനകിയോടൊപ്പം ഡൈനിങ് ഹാളിലേക്ക് ചെന്നു. അവിടെ ശ്രാവണിയും നീലിമയും പ്രേമിള തങ്കച്ചിയും അവരുടെ മകളുമൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. പാർവണ ഒരു കോണിൽ ആരെയും നോക്കാതെ ഒതുങ്ങിയിരുന്നു. എല്ലാവരുടെയും കണ്ണുകൾ അവളെ സ്കാൻ ചെയ്യുകയായിരുന്നു. താനൊരു അനാഥയാണെന്ന് അവൾക്ക് തോന്നി. തന്നെ അനാഥയാക്കിയിരുന്നവൻ എവിടെ? പാർവണ എങ്ങനെയൊക്കെയോ കുറച്ച് ഭക്ഷണം കഴിച്ചു. ഷികയും ശ്രാവണിയും നീലിമയും ഒക്കെ ഉച്ചത്തിൽ സംസാരിക്കുകയും ചിരിക്കുകയും ചെയ്തു. അവൾ എഴുന്നേൽക്കാൻ തുടങ്ങുകയായിരുന്നു. ഇതെന്താ അമ്മേ, വിവാഹ വാർഷികമായിട്ട് ആദിയുടെ പൊടി പോലും ഇല്ലല്ലോ? ശ്രാവണി അർത്ഥം വെച്ച് ചോദിച്ചു. അവൻ വീട്ടിലേക്ക് വന്നിട്ട് തന്നെ ദിവസങ്ങളായി, പിന്നല്ലേ വിവാഹ വാർഷികം. ഒരാണിന് വീട്ടിലേക്ക് പോലും വരാൻ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. ഇന്ദിര അർത്ഥം വെച്ച് പാർവണി നോക്കി. അവളുടെ മുഖത്ത് സങ്കടം നിറഞ്ഞു. അവൾ തൻ്റെ പാത്രവുമായി എഴുന്നേറ്റു. താൻ പിന്നീട് വിളിച്ചിട്ട് ആദ്യം ഫോൺ എടുത്തില്ലല്ലോ എന്നവൾ ഓർത്തു. ഏട്ടൻ എന്നെ വിളിച്ചിരുന്നു ആൻറ്റി, ഇന്നെത്തുമെന്ന് പറഞ്ഞു. പിന്തിരിഞ്ഞു പോകുമ്പോൾ ഷിക പറഞ്ഞത് കേട്ട് പാർവണിയുടെ ഹൃദയം നുറങ്ങി. ഓ, അപ്പോൾ അനിയത്തിയെ വിളിച്ചിരുന്നു. ഇന്ന് വരുമെന്നും പറഞ്ഞു. തന്നോട് മാത്രമാണ് ഈ അവഗണന. പക്ഷെ ഇതിനു മാത്രം താൻ എന്ത് തെറ്റാണ് ചെയ്തത്? പാർവണിക്ക് നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ കരച്ചിൽ വന്നു. അവൾ കൈ കഴുകി തിരിഞ്ഞതും കൂർത്ത നോട്ടവുമായി ഇന്ദിര നിൽക്കുന്നുണ്ടായിരുന്നു. പിറകിൽ ശ്രാവണിയും നീലിമയും ഷികയും കൂടിയുണ്ട്. അവരെ കണ്ടപ്പോൾ അവളൊന്ന് പതറി. എന്താ നിനക്കത്ര ക്ഷീണം? ഒന്നുമില്ല. പാർവണിയുടെ സ്വരമിടറി. എന്താ, എന്തെങ്കിലും ഒപ്പിച്ചോ? കാര്യം നിന്റെ അച്ഛൻ ഒരു രാജകുടുംബത്തിലെ അംഗമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അയാൾക്ക് നിന്റെ താഴ്ന്ന ജാതിയിലുള്ള അമ്മയുമായി സംബന്ധമായിരുന്നല്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലേ? അച്ഛൻ അമ്മയെ വിവാഹം കഴിക്കുകയായിരുന്നു. പാർവണ മുഖം കുനിച്ചു. അത് നീ പറയുന്നതല്ലേ? പിന്നെ നീ അയാളുടെ മകളല്ലെന്ന് സംശയിച്ചിട്ടാണ് അയാൾ നിന്റെ അമ്മയെ ഉപേക്ഷിച്ചതെന്ന് കേട്ടു. എന്തായാലും കൊള്ളാം, നല്ല ചരിത്രം. ആണുങ്ങളെ മയക്കെടുക്കാനുള്ള കഴിവ് പാരമ്പര്യമായിട്ടുണ്ട്. പക്ഷെ നിന്റെ അച്ഛന് ഭാഗ്യമുണ്ട്, അയാൾ രക്ഷപ്പെട്ടല്ലോ. ഇന്ദിര ഉച്ചത്തോടെ ചിരിച്ചു. ശ്രാവണിയുടെ നീലിമയുടെ മുഖത്തൊരു പരിഹാസം വിടർന്നു. ഷിക ചിരി കടിച്ചമർത്തി. പാർവണ നിസ്സഹായ എന്നതേയുള്ളൂ. ഇന്ദിര മറ്റുള്ളവരെ നോക്കി. നിങ്ങൾ അപ്പുറത്തേക്ക് പോയിക്കോളൂ, എനിക്കുള്ളൊരു കാര്യം പറയാനുണ്ട്. അവർ മൂവരും പരസ്പരം നോക്കിയിട്ട് പുറത്തേക്ക് പോയി. പാർവണ ചകിതയായി ഇന്ദിരയെ നോക്കി. ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. നിന്നെപ്പോലെ ഒരു ദരിദ്രയായ കുലീനത്വമില്ലാത്ത തെണ്ടിപ്പെണിന്റെ വയറ്റിൽ എൻ്റെ കൊച്ചുമകന്റെ വിത്ത് മുളയ്ക്കരുത്. അതിന് ഞാൻ സമ്മതിക്കില്ല. അത് നീ ശ്രദ്ധിക്കണം. മാത്രമല്ല നീ എത്രയും പെട്ടെന്ന് അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയും വേണം. പാർവണിക്ക് ഹൃദയം പറയുന്ന വേദന തോന്നി. എങ്കിലും അവൾ അവരെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ പറയാൻ നിങ്ങളാരാണ്? എന്നെ വിവാഹം കഴിച്ചത് ആദ്യേട്ടനാണ്. എന്നെ വേണ്ടെന്ന് അദ്ദേഹം പറയട്ടെ, അദ്ദേഹം ഒരിക്കലും അത് പറയില്ല. നീ ആദിയുടെ സഹതാപത്തെ മുതലെടുക്കുകയാണ് പെണ്ണെ. അവൻ്റെ രൂപവും തറവാടിത്തവും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും വെച്ച് നോക്കുമ്പോൾ നീ ഒന്നുമല്ല. പിന്നെ അവൻ എന്തോ ഒരു സിമ്പതി തോന്നി അങ്ങ് കെട്ടി. ആ സിമ്പതി എപ്പോൾ വേണമെങ്കിലും പോകാവുന്നതേ ഉള്ളൂ. ഇന്ദിര പാർവണിക്ക് നേരെ തൻ്റെ ഫോൺ നീട്ടിപ്പിടിച്ചു. ദാ ഇത് നോക്ക്, ഈ പെൺകുട്ടി എത്ര സുന്ദരിയാണെന്ന്. 3-4 ദിവസം മുൻപേ ആദിക്ക് വന്നൊരു വിവാഹാലോചനയാണിത്. ഇവളുടെ അച്ഛൻ വലിയ ബിസിനസ്സുകാരനാണ്. അദ്ദേഹം നേരിട്ട് വന്ന് തൻ്റെ മകൾക്ക് വേണ്ടി എന്നോട് സംസാരിക്കുകയായിരുന്നു. ആദ്യം ഇതറിഞ്ഞിട്ടില്ല. പക്ഷേ അവൻ ഈ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് അദ്ദേഹത്തിന് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ മകളെ ആദിക്ക് അറിയുകയും ചെയ്യാം.
പാർവണ പതർച്ചയുടെ ഫോണിൽ കണ്ട പെൺകുട്ടിയുടെ ചിത്രത്തിലേക്ക് നോക്കി. കണ്ണു പൊള്ളിക്കുന്ന വിധം സൗന്ദര്യമുള്ള ഒരുവൾ ഒരു സിനിമാ നടി മാറി നിൽക്കും. ഇവളുടെ മുന്നിൽ താൻ ഒന്നുമല്ല. പാർവണയുടെ കണ്ണുകളിൽ വേദന നിറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് നീ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോയേ തീരൂ എന്നാണ്. അതിനുവേണ്ടി നിനക്ക് ഞാൻ എത്ര പണം വേണമെങ്കിലും തരാം. ആദ്യം ഈ കുട്ടിയും തമ്മിൽ എന്തൊരു ചേർച്ചയാണ്. നീ എൻ്റെ പ്രതീക്ഷകൾ നശിപ്പിക്കരുത്. നന്നായി ആലോചിച്ചൊരു തീരുമാനം പറയും. പക്ഷേ ആ തീരുമാനം പോസിറ്റീവായിരിക്കണം. സ്വന്തം നില മറക്കരുത്. ഇവിടെ ഇപ്പോൾ ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ല. നീ ഇവിടെ നിന്ന് പോയാൽ മാത്രമേ ഇതിലൊരു തീരുമാനമെടുക്കാനാവൂ. പറഞ്ഞിട്ട് ഇന്ദിര വെട്ടിത്തിരിഞ്ഞ് നടന്നു. പാറവണ വേച്ചു വെച്ചാണ് മുറിയിലെത്തിയത്. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. റൂമിലെത്തിയതും വേഗം തന്നെ അവൾ ആദിയെ വിളിച്ചു. റിങ് പോയെങ്കിലും ആദ്യ കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് അഭിമാനം വ്രണപ്പെടുന്ന പോലെ തോന്നി. ഫോൺ കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുമ്പോഴേക്കും അത് കണക്റ്റായി. ആ നിമിഷം പാർവണയ്ക്ക് പ്രാണം കിട്ടിയതുപോലെയായി. ഹലോ, ആ ശബ്ദം ഇടറി. ഞാനിന്ന് വരും പാർവണ. ആദിയുടെ സ്വരത്തിൽ നിർവികാരതയിൽ മാറ്റമൊന്നുമില്ലെന്ന് കണ്ട് പാർവണയ്ക്ക് വീണ്ടും വേദനിച്ചു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്നൊന്ന് പറഞ്ഞു തരുമോ? ഞാനങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. ആദിയുടെ മറുപടി കേട്ടു. എനിക്ക് ആദിയേട്ടനോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? ഗൗരവത്തിലാണ് ആദി ചോദിച്ചത്. അത് വന്നിട്ട് പറയാം. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. വന്നിട്ട് സംസാരിക്കാം. പാർവൺ എന്തെങ്കിലും പറയുന്നതിന് മുന്നേ ആദി ഫോൺ കട്ട് ചെയ്തു. മണിക്കൂറുകൾ കടന്നുപോയി. ഏകദേശം ഉച്ച കഴിഞ്ഞപ്പോൾ ആദിയുടെ കാർ വന്ന് പാർക്കിങ്ങിൽ നിന്നു. അവൻ തൻ്റെ അരികിലേക്ക് വരുന്നതിന് വേണ്ടി പാർവണ പരവേശത്തോടെ കാത്തുനിന്നു. പക്ഷേ അവൻ പെട്ടെന്നൊന്നും അവളുടെ മുന്നിൽ വന്നതേയില്ല. അവനെ അന്വേഷിച്ച് പോകണമെന്ന് തോന്നിയെങ്കിലും അവൾ സ്വയം നിയന്ത്രിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞുപോയി. ആദിയുടെ കാൽപെരുമാറ്റം കേട്ടതും തൻ്റെ മടിയിൽ മുഖം പൂഴ്ത്തി ബെഡിലിരിക്കുകയായിരുന്ന പാർവണ പിടഞ്ഞെഴുന്നേറ്റു. അവൾക്ക് അവനെ കണ്ടിട്ട് വളരെ വർഷങ്ങളായെന്ന് തോന്നി. ആ നെഞ്ചിൽ വീണ് കരയാനും തൻ്റെ ദുഃഖമെല്ലാം അവിടെ ഇറക്കി വെക്കാനും അവൾ വെമ്പി. ആദ്യം പാർവണയെ തന്നെ നോക്കുകയായിരുന്നു. അവളുടെ തളർന്ന മുഖത്തും അഴിഞ്ഞുലഞ്ഞ മുടിയിലും സാരി മാറിക്കിടന്ന അല്പം അനാവൃതമായ അണിവയറിലും അവൻ്റെ നോട്ടം ചെന്നെത്തി. പക്ഷേ അതൊരു ശൂന്യമായ നോട്ടമാണെന്ന് പാർവണയ്ക്ക് തോന്നി. ആദിയേട്ടാ, ഞാൻ... പക്ഷേ പെട്ടെന്ന് ആദ്യം സംസാരിച്ചു തുടങ്ങി. പാർവണ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാനിത് പറയുമ്പോൾ നിനക്ക് എന്ത് തോന്നുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ വളരെ മുന്നേ തന്നെ നിന്നോട് വ്യക്തമായി പറഞ്ഞതാണല്ലോ. ആദ്യം നിർത്തി. പാർവണ ചകിതയെ അവനെ നോക്കി. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവനല്ല എന്നവൾക്ക് തോന്നി. ആദ്യമായി പരിചയപ്പെട്ട കാലങ്ങൾ അവൾ ഓർത്തു. ആ ഹോട്ടലിലും പിന്നീട് ഈ മണിമാളികയിലും വെച്ച് താൻ കണ്ട ധാർഷ്ട്യക്കാരനും അഹങ്കാരിയുമായി തോന്നിയ ആദിശേഷ് വർമ്മ അയാളാണോ തൻ്റെ മുന്നിൽ നിൽക്കുന്നത്? ആദിയുടെ സ്വരം ശാന്തമായിരുന്നു. മുഖത്ത് നിർവികാരതയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ വാക്കുകൾ അവളുടെ കാതിൽ ഇടിമുഴക്കം പോലെ പതിച്ചു. ഇന്ന് നമ്മുടെ വിവാഹ വാർഷികമാണല്ലോ പാർവണ. അതായത് നമ്മൾ തമ്മിലുള്ള മാരേജ് കോൺട്രാക്റ്റിൻ്റെ കാലാവധി തീരുന്ന ദിവസം. എഗ്രിമെൻ്റ് അനുസരിച്ച് ഞാൻ നിന്നെ എൻ്റെ ഭാര്യ പദവിയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. നിനക്ക് പോകാം. പാർവണയ്ക്ക് ലോകം മുഴുവൻ അസ്തമിച്ചെന്നും ആകെ ഇരുട്ടാണെന്ന് തോന്നി. കേട്ടത് വിശ്വസിക്കാനാവാതെ ആ പാവം പെണ്ണ് ആദിശേഷ് വർമ്മ എന്ന ബിസിനസ് മാഗ്നറ്റിനെ പകച്ചു നോക്കി. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നില്ലേ പാർവണ? സ്തബ്ധയായി നിൽക്കുന്നവളോട് ആദ്യ ഗർവത്തിൽ തന്നെ ചോദിച്ചു. പാർവണ ഞെട്ടലോടെ അവനെ തലയുയർത്തി നോക്കി. ഞാൻ നിന്നെ ഒരു വിധത്തിലും ചതിച്ചിട്ടില്ല. കാരണം നിന്റെ ഈ ഭാര്യ പദവി സ്ഥിരമല്ലെന്ന് നമ്മുടെ വിവാഹത്തിന് മുന്നേ നിനക്കറിയാമായിരുന്നല്ലോ. സോ നീ ഷാഠ്യം പിടിക്കാതെ ഇതിന് തയ്യാറാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാർവണ ആകെ ജഡമായ അവസ്ഥയിലായിരുന്നു. അവളുടെ ശരീരവും മനസ്സും ആകെ മരവിച്ചിരുന്നു. അവളുടെ ഉള്ളിൽ വേദന ഒരു കടൽ പോലെ ആർത്തിരമ്പി. അവൾ ജീവനറ്റ കണ്ണുകളോടെ ആദിയെ നോക്കി. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരാം, എന്നിട്ട് സംസാരിക്കാം. ഷീല പോലെ തൻ്റെ മുന്നിൽ നിൽക്കുന്നവളോട് പറഞ്ഞിട്ട് ആദ്യ ആ വാതിൽ കടന്നു പോയി. പാർവണ കുറേ നേരം വിറങ്ങലിച്ച് അങ്ങനെ തന്നെ നിന്നു. പിന്നെ സാവധാനം പോയി മുറിയുടെ വാതിൽ ലോക്ക് ചെയ്തു. അവൾക്ക് താൻ വീണു പോകുമെന്ന് തോന്നി. പതിയെ ബെഡിലേക്ക് വീണ അവൾ പൊട്ടിപ്പിളർന്ന് കരഞ്ഞു. ദൈവമേ, അദ്ദേഹം എന്താണ് തന്നോട് പറഞ്ഞത്? പിരിയാമെന്നോ? താൻ ഒഴിഞ്ഞു പോകണമെന്നോ? എങ്ങനെ അദ്ദേഹത്തിന് പറയാൻ തോന്നി? ശരിയാണ്, വിവാഹത്തിന് മുന്നേ എല്ലാം പറഞ്ഞിരുന്നതാണ്. പക്ഷേ വെറും കോൺട്രാക്റ്റിൽ ഒതുങ്ങുന്നത് മാത്രമായിരുന്നോ തങ്ങൾ തമ്മിലുള്ള ബന്ധം? അദ്ദേഹം തന്നെ സ്നേഹിച്ചിട്ടില്ലെന്നാണോ തന്നെ കാണുമ്പോൾ ആ കണ്ണുള്ളിൽ വിരിയുന്ന പ്രണയം? ചുടികളിലെ പുഞ്ചിരി, കുസൃതികൾ, ഇതെല്ലാം അഭിനയമായിരുന്നോ? തൻ്റെ പ്രണയവും സ്നേഹവും അല്പം പോലും മനസ്സിനെ സ്പർശിച്ചിരുന്നില്ലേ? മുത്തശ്ശിയും ശിഖയും അമ്മായിമാരും പറയുന്ന പോലെ ഈ പട്ടിക്കാട്ടുകാരിയെ ഒഴിവാക്കണമെന്ന് തന്നെയാണോ അദ്ദേഹവും ഇത്രയും കാലം വിചാരിച്ചിരുന്നത്? അതിനുവേണ്ടി അയാൾ കാത്തിരിക്കുകയായിരുന്നോ? ഏറെ നേരം പാർവണ വല്ലാതെ കരഞ്ഞു. തൻ്റെ കുഞ്ഞിനെക്കുറിച്ച് ആലോചിക്കുന്നതും അവൾക്ക് വേദന തോന്നി. വാവേ, അച്ഛനമ്മയെ വേണ്ടെന്ന് പറഞ്ഞടാ. ഇനി എങ്ങനെയാ നിന്നെക്കുറിച്ച് അമ്മ നിന്റെ അച്ഛനോട് പറയുന്നത്? ഇവിടെയുള്ളവർ പറയുന്നത് പോലെ ദരിദ്രവാസിയായ നിന്റെ പാവം അമ്മയുടെ വയറ്റിൽ തൻ്റെ വിത്ത് മുളച്ചതിൽ പ്രതാപിയായ നിന്റെ അച്ഛന് നാണക്കേട് തോന്നിയാലോ? നിന്നെ വേണ്ടെന്ന് നിന്റെ അച്ഛൻ തീരുമാനിച്ചാലോ? ആ ചിന്തയിൽ ഞെട്ടിക്കൊണ്ട് പാർവണ തൻ്റെ വയറ് ചുറ്റിപ്പിടിച്ചു. ഇല്ല, ആദ്യേട്ടൻ വെറുതെ പറഞ്ഞതാണ്. തനിക്ക് ആരുമില്ലെന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് ജീവനേക്കാളെ സ്നേഹിക്കുന്ന പെണ്ണിനെ എന്തിൻ്റെ പേരിലായും പെരുവഴിയിലേക്ക് ഇറക്കിവിടാൻ അദ്ദേഹത്തിന് കഴിയില്ല. പാർവണയുടെ പാവ മനസ്സ് വെറുതെ ഓരോന്ന് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു.
ആദ്യേട്ടൻ വരും, എല്ലാം വെറുതെ പറഞ്ഞതാണെന്ന് പറയും, തന്നെ വെറുതെ പറ്റിക്കാൻ. അപ്പോഴാണ് വാതിൽ വീണ്ടും മുട്ടുകേട്ടത്. ആദ്യം പോയിട്ട് 1 മണിക്കൂറോളം കഴിഞ്ഞു പോയിരുന്നു. പാറമ്മ വേഗം ചാടിപ്പിഴഞ്ഞ് എഴുന്നേറ്റു. റൂമിലെ പൈപ്പിൽ മുഖമൊന്ന് കഴുകി തുടച്ചിട്ട് വാതിൽ തുറന്നു. അക്ഷയമയോട് ആദ്യം അകത്തേക്ക് കയറി. അവനെ നോട്ടമേറ്റപ്പോൾ അവൾ മുഖം കുനിച്ചു. 1-2 നിമിഷങ്ങൾ അവർക്കിടയിൽ നിശബ്ദത പടർന്നു. പാർവണ. ആദിയുടെ മുഴങ്ങുന്ന ശബ്ദത്തിൽ പാർവണ ചകിതയായി മുഖമുയർത്തി. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നീ പോകുമ്പോൾ നിനക്ക് പ്രിയപ്പെട്ടതായി എന്തുണ്ടെങ്കിലും അത് എത്ര വിലപിടിച്ച വസ്തുവായാലും നിനക്കതെല്ലാം കൊണ്ടുപോകാം. പിന്നെ ഇനി എന്നെ കാണാൻ ശ്രമിക്കരുത്. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധങ്ങളും ഇവിടെ തിരികെയാണ്. ഞാനും നിന്റെ മുന്നിൽ വരില്ല. നിന്റെ പ്രൊട്ടക്ഷൻ ഞാൻ എൻ്റെ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. നീ ശരവണനെയോ മറ്റാരെയോ ഭയക്കണ്ട. നിന്റെ ഇല്ല ഞാൻ വീണ്ടെടുത്തിട്ടുണ്ട്. നിനക്ക് സമാധാനത്തോടെ അവിടെ കഴിയാം. ആരും നിന്നെ ഉപദ്രവിക്കില്ല. അവിടെ നിന്റെ ഇഷ്ടത്തിനനുസരിച്ച് നിനക്ക് ജീവിക്കാം. ആദിയുടെ വാക്കുകൾ തീമഴ പോലെ പാറവിൻ്റെ കാതുകളിൽ വന്നു പതിച്ചു. അവൾ കരയാതിരിക്കാൻ ചുണ്ടുകൾ കടിച്ചമർത്തി. പിന്നെ എൻ്റെ ഭാര്യയാകാൻ തയ്യാറാകുന്നവൾക്ക് ഒരു എമൗണ്ട് കൊടുക്കാൻ ഞാൻ നിശ്ചയിച്ചിരുന്നല്ലോ. അത് നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ പണം നീ വാങ്ങണം പാർവണ. ഇനിയെങ്കിലും കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കാൻ നീ പഠിക്കണം. കാരണം പണമില്ലാതെ നിനക്കൊന്നും ചെയ്യാനാവില്ല. ജീവിക്കാൻ പണം കൂടി തരൂ. ആ എമൗണ്ട് എത്രയും പെട്ടെന്ന് തന്നെ നിനക്ക് കിട്ടും. പിന്നെ ഡിവോഴ്സിൻ്റെ കാര്യത്തിന് നീ കോർട്ടിൽ വരണമെന്നില്ല. മ്യൂച്വൽ ആയതുകൊണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പാർവണ തൻ്റെ കണ്ണുകളിൽ ദൈന്യതയോടെ ആദ്യം നോക്കി. അവൾക്ക് തൊണ്ടയിൽ നിന്നൊരു വാക്കുപോലും പുറത്തേക്ക് വന്നില്ല. ആ മെലിഞ്ഞ തരളമായ ശരീരം വിറച്ചു തുടങ്ങി. ഒരുപാട് കാലം പോറ്റി വളർത്തിയിട്ട് യജമാനൻ തന്നെ കളയാൻ ഉദ്ദേശിക്കുന്നത് അറിയുമ്പോഴുള്ള ഒരു പട്ടിക്കുഞ്ഞിൻ്റെയും പൂച്ചക്കുട്ടിയുടെ കരളലിയിക്കുന്ന ദീനതയും സങ്കടവും ആ മിഴികളിൽ പ്രതിഫലിച്ചു. പക്ഷെ ആദ്യം പെട്ടെന്ന് മുഖം തിരിച്ചു കളഞ്ഞു. നീ എന്താ ഒന്നും മിണ്ടാത്തത് പാർവണ? അവൻ വേറെ എങ്ങും ദൃഷ്ടി ഉറപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ഇപ്പോൾ തന്നെ പോയിക്കൊള്ളാം സാർ. ഒരു വിധത്തിലും ബുദ്ധിമുട്ടിക്കില്ല. അവളുടെ ആ സാർ എന്ന വിളിയിൽ അവൻ്റെ മുഖത്ത് നേരിയ ഞെട്ടൽ വ്യാപിച്ചു. പക്ഷേ അവൻ പെട്ടെന്ന് തന്നെ പഴയ നിസ്സംഗത വീണ്ടെടുത്തു. ഓക്കെ, ടേക്ക് യുവർ ഓൺ ടൈം. ഡ്രൈവർ കാറിൽ കൊണ്ടുവിടും. പറഞ്ഞിട്ട് ആദ്യം കൊടുങ്കാറ്റ് പോലെ പുറത്തേക്ക് പോയി. പാർവണയാകെ തകർന്നു പോയിരുന്നു. താൻ ഉപേക്ഷിക്കപ്പെടുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇതിലും ഭേദം മരണമായിരുന്നു തോന്നി. പക്ഷേ താനെന്ത് തെറ്റാണ് ചെയ്തതെന്ന് അവൾക്ക് മനസ്സിലായില്ല. എന്ത് പാപത്തിലുള്ള ശിക്ഷയാണിത്? ഇന്നലെ തൻ്റെ നേരെ നീട്ടിയ ഫോട്ടോയെക്കുറിച്ച് അവൾ ഓർത്തു. അതിസുന്ദരിയായ പെൺകുട്ടി. അവൾക്ക് വേണ്ടിയാണ് അദ്ദേഹം തന്നെ. ആ ചിന്തയിൽ അവൾ തീക്കൊള്ളി കൊണ്ട് ആരോ കുത്തിയതുപോലെ പിടഞ്ഞു. ഇടറുന്ന കാലുകളോടെ എഴുന്നേറ്റ് ചെന്ന് ഷെൽഫ് തുറന്ന് ഒരു സാരി എടുത്തു. അത് ആദ്യം വാങ്ങിച്ചു തന്നാണെന്ന് ഓർമ്മയിൽ പൊള്ളിയതുപോലെ തിരിച്ചു വെച്ചു. ആ ഷെൽഫിലെ മിക്ക ഡ്രസ്സുകളും കല്യാണത്തിന് ശേഷം ആദ്യം വാങ്ങിച്ചു കൊടുത്തതായിരുന്നു. അവൾ കുറച്ചു നേരം പകച്ചു നിന്നു. പിന്നെ ആ ഷെൽഫിന് താഴെ വെച്ചിരുന്ന ചെറിയ ബാഗ് വലിച്ചെടുത്തു. അതിൽ അവളുടെ ഒരു പഴയൊരു മുണ്ടും നേരിയതും മടക്കി വെച്ചിരുന്നു. കല്യാണത്തിന് മുൻപ് അവൾക്കുണ്ടായിരുന്നത്. ഉടുത്തിരുന്ന സാരി മാറി അവളെ ധരിക്കാൻ തുടങ്ങി. വേദനയും പരിഭ്രമവും കൊണ്ട് അത് വലിച്ചുവാരി ചുറ്റാനേ അവൾക്ക് സാധിച്ചുള്ളൂ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും നെഞ്ച് അനിയന്ത്രിതമായി മിടിക്കുകയും ചെയ്തു. കാതിലെ സ്വർണത്തിൻ്റെ കുഞ്ഞു ജിമിക്ക് അവൾ ടേബിളിൽ ഊരി വെച്ചു. കയ്യിലുണ്ടായിരുന്ന 2 വളകളും കഴുത്തിലെ ചെറിയ മാലയും അഴിച്ചു വെച്ചു. വിവാഹത്തിന് ആദ്യം കെട്ടിക്കൊടുത്ത താലി കോർത്ത മഞ്ഞൾ ചരട് മാത്രം അഴിച്ചു വെക്കാനുള്ള ശക്തി അവൾക്കുണ്ടായില്ല. വിറയ്ക്കുന്ന കൈകളോടെ അവളത് ബ്ലൗസിനുള്ളിലേക്ക് ഇട്ടു. പ്രത്യേകിച്ചൊന്നും എടുക്കാനുണ്ടായിരുന്നില്ല. വെറും കൈയോടെയാണ് താൻ ഇങ്ങോട്ട് വന്നത്. സ്വന്തമാണെന്ന് കരുതിയ ആൾ തന്നെ അന്യയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. പാർവണ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയതും ബാൽക്കണിയിൽ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആദ്യം നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ ഇടറി ശബ്ദത്തിൽ വിളിച്ചു. സാർ. ആദ്യം പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞു. ഞാനെന്നാൽ പോയിക്കോട്ടെ? അവൾ ഇടറിക്കൊണ്ട് ചോദിച്ചു. യെസ്. ആ അവസാന നിമിഷത്തിലെങ്കിലും അവൻ പോകേണ്ടെന്ന് പറയുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പാവം പെണ്ണിൻ്റെ ഹൃദയത്തിലെ അവസാനത്തെ പ്രതീക്ഷയും തകർന്നുടഞ്ഞുപോയി. അവൾ വേച്ച് സ്റ്റെപ്പ് ഇറങ്ങി താഴെ എത്തി. ഷികയും ഇന്ദിരയും ആദിയുടെ മറ്റു ബന്ധുക്കളുമൊക്കെ മുൻവശത്തെ സോഫയിലിരുന്ന് എന്തോ ചർച്ചയിലായിരുന്നു. ശ്രാവണിയും നീലിമയും അവിടെ ഉണ്ടായിരുന്നില്ല. ഏട്ടനുമായി എന്ത് ചേർച്ച ഈ ചേച്ചിക്ക്, അല്ലേ മുത്തശ്ശി? ഷികയുടെ ആഹ്ലാദസ്വരം പാർവണയുടെ കാതിൽ വീണു. എന്താ ഈ രാജകുമാരിയുടെ പേര്? ഇന്ദിരയുടെ അനുജത്തിയുടെ മകൾ സുനന്ദ ചോദിച്ചു. അപ്സര. അപ്പു എന്ന് വിളിക്കും. ആദ്യം ചേർന്ന സുന്ദരി കുട്ടിയാണ്. അത് മാത്രമോ, കോടിക്കണക്കിന് സ്വത്തുണ്ട് ഇവളുടെ പേരിൽ. ആ നശൂലും ഒന്ന് ഒഴിഞ്ഞു പോയാൽ മതിയായിരുന്നു. അത് കേട്ട് നിന്ന പാർവണയ്ക്ക് തൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. പെട്ടെന്ന് പിന്നിൽ പാർവണയെ കണ്ടതും ഇന്ദിര ഒന്ന് പകച്ചു. പിന്നെ സംശയത്തോട് നോക്കി. ഷികയും അവളെ തുറച്ചു നോക്കി. കൈയും കഴുത്തും ഒഴിഞ്ഞ് വലിച്ചു വാരിയെടുത്ത സാരിയുമായി അത്രയും ദയനീയമായ ഒരു സ്ത്രീരൂപം. അതായിരുന്നു പാർവണ. എന്ത് കോലമാടി ഇത്? നീ ഇത് എവിടെ പോവുകയാ? ഇന്ദിര തൻ്റെ പൊതുവെയുള്ള പുച്ഛത്തോട് ചോദിച്ചു. ഞാൻ അത് പിന്നെ. അവളുടെ ശബ്ദമിടറി. കണ്ണുകൾ നിറഞ്ഞു. എന്താണ് ഇന്ന് വിൽക്കുന്നത്? എവിടെ പോവുകയാണെന്നല്ലേ ചോദിച്ചത്? അവൾക്ക് കുറച്ചുനാൾ അവളുടെ ഇല്ലത്ത് ചെന്ന് നിൽക്കണമെന്ന് ഒരു ആഗ്രഹം പറഞ്ഞു. ഞാൻ സമ്മതിച്ചു. ഇനി എന്താണ് മുത്തശ്ശിക്ക് അറിയേണ്ടത്? പിറകിൽ ആദിയുടെ ഘനഗാംഭീര്യമായ ശബ്ദം കേട്ടതും ഇന്ദിര ഒന്നടങ്ങി. അവർക്കും ഷികയ്ക്കും മറ്റുള്ളവർക്കുമൊക്കെ ഗൂഢമായൊരു സന്തോഷം തോന്നി. പാർവണ അവനെ പകച്ചു നോക്കി. അവനേതോ അപരിചിതനാണെന്ന് അവൾക്ക് തോന്നി. താൻ പ്രാണനതുള്ള സ്നേഹിച്ച പ്രണയിച്ച ആദിശേഷ് ഇതായിരുന്നില്ല. അവൻ പക്ഷേ അവൾ ശ്രദ്ധിച്ചതേയില്ല.
തൻ്റെ പ്ലാനുകളെല്ലാം നടക്കണമെങ്കിൽ പാർവണ ഇവിടെ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഇന്ദിര മനസ്സിൽ ചിരിച്ചു. ആദിയുടെ മിക്ക ബന്ധുക്കളും അവിടെ ഉണ്ടായിരുന്നു. അടുക്കളയിലെ ജോലിക്കാരും അങ്ങോട്ടേക്ക് എത്തി നോക്കി. പാർവണയുടെ ദയനീയമായി നിൽപ്പും ഭാവവും ആ ജോലിക്കാരികളിലെല്ലാം അസ്വസ്ഥത സൃഷ്ടിച്ചു. എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലായില്ല. ഈ ഒരു വർഷക്കാലത്തെ പാർവണയുടെ സ്നേഹപൂർണ്ണമായ പെരുമാറ്റം അവരെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. മുൻവാതിൽ കടന്ന് പാർവണ പടിയിറങ്ങിയതും ഡ്രൈവർ കാർ കൊണ്ടുവന്ന് നിർത്തി ഡോർ തുറന്നു പിടിച്ചു. കാറിൽ കയറുന്നതിന് മുൻപ് അവസാനത്തെ അഭയം എന്ന മട്ടിൽ അവൾ ആദ്യം തിരിഞ്ഞു നോക്കി. പക്ഷെ അവൻ പെട്ടെന്ന് മുഖം തിരിച്ചു. സർവ്വതും തകർന്നവളെ പോലെ അവൾ ഡ്രൈവർ തുറന്നു പിടിച്ച ഡോറിലൂടെ ബാക്ക് സീറ്റിൽ കയറിയിരുന്നു. അവൾ കാറിന്റെ ചില്ലിലൂടെ ദയനീയമായി വീണ്ടും ആദ്യം നോക്കി. അവളുടെ മുഖത്ത് അറക്കാൻ കൊണ്ടുപോകുന്ന പശുക്കിടാവിന്റെ ഭാവമായിരുന്നു. ആ കാർ ദ്രുതഗതിയിൽ ആദ്യയെ തന്റെ പാതിയായിരുന്നവളിൽ നിന്ന് അകറ്റിക്കൊണ്ട് ദ്രുതഗതിയിൽ പാഞ്ഞുപോയി. ആകാശം പെട്ടെന്ന് ഇരുൾ മൂടി. കാറ്റ് ഭയങ്കരമായി വീശിയടിക്കാൻ തുടങ്ങി. അതേസമയം ആദിയുടെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നു. എന്തായി ആദിശേഷ്, നീ അവളെ ഉപേക്ഷിച്ചോ? യെസ് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. പിന്നെ ആരെയും നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി. അവൻ എന്താ പറഞ്ഞത്? നിരുപമയുടെ അടുത്തിരുന്ന് നിരഞ്ജൻ അടിക ആവേശത്തോടെ ചോദിച്ചു. നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെ എല്ലാം നടന്നു. അവൻ അവളെ വേണ്ടെന്ന് വെച്ചു. നിരഞ്ജൻ ഒന്ന് ആർത്തി ചിരിക്കണമെന്ന് തോന്നി. ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. നീ എൻ്റെ വരുതിക്ക് വരും ആദി. എന്നെയും എൻ്റെ മോളെയും ഒരുപാട് ഇൻസൾട്ട് ചെയ്തു വന്നതല്ലേ നീ. നീ എൻ്റെ കാൽക്കീഴിൽ വരും. എൻ്റെ അനുസരണയിൽ ഒരു മരുമകനായിട്ട്, അല്ല കാവൽപ്പട്ടിയായിട്ട്. അയാൾ പല്ലു കടിച്ചു. സന്ധ്യ കനത്ത് വരികയായിരുന്നു. ഇരുളിനെ വൈകിട്ടെന്ന പോലെ പ്രകൃതിയാകെ ശോകമുഖമായി നിന്നു. മാനം മൂടിക്കെട്ടി രൗദ്രഭാവത്തോടെ നിന്നു. ഇടയ്ക്കിടെ കേട്ട മിന്നലിൻ്റെയും ഇടിയുടെയും ശബ്ദം മുമ്പത്തേക്കാൾ പാർവണയെ ഞെട്ടിച്ചു. അവളാകെ തളർന്ന സീറ്റിൽ കണ്ണടച്ച് കിടക്കുകയായിരുന്നു. കുറേ ദൂരം ഓടിയതിനു ശേഷം ഡ്രൈവർ കാർ കൊണ്ടുവന്ന് പാർവണയുടെ ഇല്ലത്തിന്റെ പടിപ്പുരയിൽ നിർത്തി. പാർവണ ഡോർ തുറന്നിറങ്ങി തിരിഞ്ഞു നോക്കാതെ പടികൾ കടന്നു ചെന്നു. ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ മുൻവാതിലിന്റെ താഴെ അഴിച്ചിട്ടിരുന്നു. അകത്തേക്ക് കയറുമ്പോൾ അവളുടെ ചുവടുകളേറി. അവൾ അകത്തേക്ക് കയറി വാതിൽ ചേർത്തടിച്ചു. അവിടെ മൊത്തം ഇരുട്ടായിരുന്നു. അവൾ രേഖകളുടെ ആ തണുത്ത തറയിൽ കിടന്നു. പിന്നെ ആർത്തലച്ച് കരഞ്ഞു തുടങ്ങി. പുറത്ത് ഭീകരമായ ഒരു പേമാരിയും ആർത്തലച്ച് പെയ്തു തുടങ്ങിയിരുന്നു. പാർവണയുടെ ഹൃദയം പൊട്ടിയുള്ള നിലവിളി അതിൽ മുങ്ങിപ്പോയി.